വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് വർഗസമവാക്യങ്ങൾ. നമ്മൾ ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചായിരുന്നു നിങ്ങളെ. സ്ക്വയർ എന്താണ് സ്ക്വയർ എന്നൊക്കെ അറിയാമല്ലോ. എന്താ നിങ്ങളെ ഈ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കേ, 5 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 2 വെട്ടം ഉണ്ടെന്നല്ലേ 5 ഇൻറ്റു 5 നമ്മൾ പഠിച്ചതാ അല്ലേ. 5 ഇൻറ്റു 5 അല്ലെ 5 ഇൻറ്റു 5 25 ആണെന്ന് പഠിച്ചല്ലേ കുഞ്ഞുങ്ങളെ. എന്നാൽ 8 സ്ക്വയർ അല്ലേ, 8 സ്ക്വയർ അല്ലെ 8 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, 8 2 വെട്ടം. ആ 2 ഈ മേളിൽ കൊടുക്കുന്നത് കേട്ടോ. എത്ര വെട്ടം എത്ര ടൈംസ് അല്ലെ, എത്ര വെട്ടമുണ്ട് എന്നറിയാനാണ് നമ്മൾ എന്താ 8 ഇൻറ്റു 8 8 64. ഇതാ നമ്മൾ എന്താ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ, സ്ക്വയർ. അത് നല്ലപോലെ ഞാൻ 2 ലിങ്ക് 1ഉം 2ഉം പാർട്ട് ഇട്ടായിരുന്നു കുഞ്ഞുങ്ങളെ. അതപ്പം ഈ പോയിൻ്റൊക്കെ വന്നത് മനസ്സിലാവുന്നില്ല, ഒന്നും കൂടെ പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ മൂന്നാമത് ഒന്നുകൂടി ആ സ്ക്വയർ ഒന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1ഉം 2ഉം അഥവാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് ആ മൂന്നാമത്തേത് ഒന്ന് കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ, അഥവാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പം സ്ക്വയർ ഐഡൻറ്റിറ്റീസ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഈ ഐഡൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, സമവാക്യങ്ങൾ എന്നാണ്. എന്താ സമവാക്യങ്ങൾ എന്നാണ്. അപ്പം എന്താ ഈ ഐഡൻറ്റിറ്റീസ്, അതാണ് നമ്മുടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 36 നമ്മുടെ ടെസ്റ്റിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്ന അതാ കുഞ്ഞുങ്ങളെ. അതുകൊണ്ടായി പറയുന്നത്. ഇപ്പോൾ 36 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്. 36 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, 30 + 6 30ഉം 6ഉം കൂടെ ചേരുമ്പോഴാണ് 36. അതിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അത് നമ്മളിപ്പോൾ തെളിയുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, തെളിഞ്ഞ് കാണാമല്ലോ കമൻറ്റ് ബോക്സിൽ. തെളിയുന്നില്ല എന്ന് ഇപ്പോൾ കണ്ടു കുഞ്ഞുങ്ങളെ. ഇത് കേട്ടോ, ഇത് നല്ല തെളിച്ചുള്ള പേനയാണ്. 30 + 6 36ൻ്റെ സ്ക്വയർ. സംശയമില്ലല്ലോ. ഇനി നമ്മൾ അതിനെ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മൾ പല രീതിയിലും ആ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്. ഒന്ന് നമ്മൾ എങ്ങനെ എഴുതും, ഫസ്റ്റിലെ 30 അല്ലേ, ഈ 30ഉം 2 വെട്ടമുണ്ട്, 6ഉം 2 വെട്ടമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ 30ൻ്റെ സ്ക്വയർ ഫസ്റ്റിൽ എഴുതുക, പിന്നെ 6ൻ്റെ സ്ക്വയർ ലാസ്റ്റിൽ എഴുതുക അല്ലേ. ഇവിടെ 2 പ്ലസ് ഇട്ട് കൊടുക്കുക, പിന്നെ ബ്രാക്കറ്റ് ഇടുക. ഇതിനെ 30 ഇൻറ്റു 6 ഇൻറ്റു 2 ഇത് 3 അങ്ങ് ഇൻറ്റു എഴുതി വെക്കുക. ഇതല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ. 30ൻ്റെ സ്ക്വയർ എന്താ, 3 ഇൻറ്റു 3 60 എന്ന് എഴുതി വെക്കല്ലേ നിങ്ങൾ. മിക്ക പേപ്പറിലും 30ൻ്റെ സ്ക്വയർ 600 എന്ന് എഴുതി വെച്ചവരുമുണ്ട് കേട്ടോ. അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുകയാണ്, 3 ഇൻറ്റു അറിയാം എന്ന് എനിക്കറിയാം, എന്നാലും തെറ്റുന്നവർക്ക് 3 ഇൻറ്റു 3 9 മിക്കവാറും ഈ തെറ്റുള്ളിടം വരുമ്പോൾ ഞാൻ എടുത്ത് പറയുന്നുണ്ടോ നിങ്ങളെ, അവിടെ തെറ്റിക്കരുത്. അവിടെ 6 എന്ന് എഴുതി വെക്കുന്നവരുണ്ട്, 9 കേട്ടോ. അപ്പം 0 2 അപ്പം 900. 30ൻ്റെ സ്ക്വയർ 900 പ്ലസ് 30 ഇൻറ്റു 6 ഇൻറ്റു 2 അല്ലേ. 6 2 6 എത്ര കുഞ്ഞാ, 6 2 12 12 3 നമുക്കറിയാം 36 അല്ലേ. 36 പിന്നെ ഈ ഒരു 0 ഉണ്ട്, 360. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ട് 30 ഇൻറ്റു 6 കേട്ടോ 180 180 ഇൻറ്റു 2 360 കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ ഉള്ളവര്. ഇനി 6ൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 6 ഇൻറ്റു 6 36. 6ൻ്റെ സ്ക്വയർ 12 എന്ന് എഴുതി വെച്ചവരും ഉണ്ട്. 6ൻ്റെ സ്ക്വയർ 36, 6 ഇൻറ്റു 6 കേട്ടോ 36. അപ്പം നോക്കൂ നിങ്ങളെ, 900 360 900 360 36. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6 6 3 9 9 3 പിന്നെ 12 അല്ലേ. 12 96 കിട്ടുന്നുണ്ട്. 12 96. അപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് ചെയ്തിട്ടത് കൊണ്ടാണ് ഇത് നമ്മളൊന്നും കൂടി ചെയ്തത്. ഓക്കെ ആണോ നിങ്ങളെ. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ വിലങ്ങനെയും കുത്തനെയും എന്നൊക്കെ പഠിച്ചായിരുന്നല്ലോ. അതായത് ഇപ്പം 30 + 6 അല്ലേ, നമ്മളൊരു ബോക്സ് 2 അക്ക സംഖ്യ ആയതുകൊണ്ട് 2 വരുന്ന ഒരു ബോക്സ് വരയ്ക്കുക. നോക്കണേ നിങ്ങളെ, 2 വരുന്ന കണ്ടോ. ഇതെങ്ങനെയാണെന്നറിയാം, 30 + 6 അപ്പം 30 ഇവിടെ 6 ഇവിടെ അല്ലേ. ഇവിടെ 30 ഇവിടെ നമ്മൾ ഒന്നാമത്തതിൽ നല്ലപോലെ പഠിച്ചതാ, അതുകൊണ്ട് പിന്നെ അറിയാമായിരിക്കുമല്ലോ 30ഉം 6. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ ഒന്നാമത് ചെയ്തിട്ടത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഐഡൻറ്റിറ്റീസിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നോക്കിയേ, 3 ഇൻറ്റു 3 മുമ്പ് നമ്മൾ പറഞ്ഞു 9. 0 എത്ര ഉണ്ട്, 2 അല്ലേ. പിന്നെ 3 ഇൻറ്റു 6 18, 0 1 180.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇതിനെ ഇതുകൊണ്ട് ചെയ്ത് ഇവിടെ എഴുതുക, ഇതിനെ ഇതുകൊണ്ട് ചെയ്ത് ഇവിടെ എഴുതുക. നമ്മൾ ഒന്നാമത്തെ ഇതിൽ പഠിച്ചതാ അല്ലേ? ഇനി ഇത് തെളിയിച്ച് വരച്ച് കഴിഞ്ഞാലേ നമ്മൾ ഈ വെട്ടി ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വെട്ടായി പോകും കേട്ടോ. പിന്നെ 30നെ 6 കൊണ്ട് എത്ര നിങ്ങളെ 180, 6നെ 6 കൊണ്ട് 6 36. മനസ്സിലായോ? ഇത്രയാണ്. ഇനി ഇതിനെ വിലങ്ങനെ ഇതാണ്ടേ ഇങ്ങനെ വിലങ്ങനെ ഒരു വര വരയ്ക്കാൻ പറയുന്നുണ്ട് അല്ലേ? കുത്തനെ ഇങ്ങനെ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇനി ഇതിനെ എങ്ങനെ എഴുതാവുന്നു? എങ്ങനെ എഴുതാവും നിങ്ങളെ ഇതിനെ? നമ്മുടെ ചോദ്യം എന്താ? 30 + 6ൻ്റെ സ്ക്വയറാണ് അല്ലേ? 36ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? ഈ രീതിയിലും ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാവുന്ന കേട്ടോ. എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ഫസ്റ്റ് ബോക്സിൽ എത്ര 900 അല്ലേ? പ്ലസ് 180 എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്? 2 എണ്ണം. 2 × 180, 180 2 എണ്ണം അല്ലേ? പ്ലസ് എന്താ ഞങ്ങളെ 36 അല്ലേ? അപ്പോൾ 900 അല്ലേ 900നെ അതുപോലെ എഴുതി 180 × 2 360 പ്ലസ് 36. രണ്ട് ഇതുപോലെ തന്നെ അല്ലേ ഇവിടെയും വന്നത്? അപ്പോൾ എത്ര വന്നു? 1296. ഇങ്ങനെ എല്ലാം നമ്മൾ ഒന്നാമത്തെ പാർട്ടി പഠിച്ചു എന്നാണ് പറയുന്നത്. ടെസ്റ്റിൻ്റെ ആദ്യം പറഞ്ഞതുകൊണ്ടാവും നിങ്ങൾ ഇത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സ്ക്വയർ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ച ഇത് വെച്ചിട്ട് 36ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 30 + 6. അതിനെ നമ്മൾ 30ൻ്റെ സ്ക്വയറുമുണ്ട്, 6ൻ്റെ സ്ക്വയറുണ്ട്. 30ൻ്റെ സ്ക്വയർ എഴുതുക, 6ൻ്റെ സ്ക്വയർ എഴുതുക അല്ലേ? 30ൻ്റെ സ്ക്വയർ 900 അല്ലെ 900 ആണ്. പിന്നെ തന്നെ 30ഉം 6ഉം രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, അത് നടുക്ക് എഴുതുക. 6ൻ്റെ സ്ക്വയർ 36. ഇനി ഇത് കുത്തനെ ആയപ്പോൾ എന്താ ഇങ്ങനെ ഇത് 2 വട്ടം ഉണ്ട് എന്ന് കാണിക്കാനാണ് 2 × 180 എഴുതി വെച്ചത്. അങ്ങനെ ആയാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? നമുക്ക് ഐഡൻറ്റിറ്റി പഠിക്കാം. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ? ഓക്കെ ആണ്. നമുക്കിനി ഐഡൻറ്റിറ്റീസ് എന്താവും നിങ്ങളെ? സമവാക്യങ്ങൾ എന്നാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെ സമവാക്യങ്ങൾ? അതിൻ്റെ ഒന്നാമത്തെ സമവാക്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? എന്നാണ്ടേ a+b ദ ഹോൾ സ്ക്വയർ പറയാനറിയണേ നിങ്ങളെ. a+b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? a² + 2ab + b സ്ക്വയർ കേട്ടോ. a+b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a² + 2ab + b സ്ക്വയർ. ഇനി എയും ബിയും അല്ല, ഞാൻ വേറൊരു രീതി. ഇനി എ ബി അല്ല, നമ്മുടെ ടെസ്റ്റിൽ x + y ദ ഹോൾ സ്ക്വയർ എന്നാണ്. എന്താ നിങ്ങളെ? ഇതിനെ നമ്മൾ വേരിയബിൾ എന്നാണ് പറയുന്നത്. എന്താ വേരിയബിൾ? ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇങ്ങനെ കൊടുക്കുന്നതിന് വേരിയബിൾ കേട്ടോ. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് അല്ലേ? ഇവിടെ എയോ ബിയോ കൊടുക്കാം. ഐഡൻറ്റിറ്റീസ് ആണോ നിങ്ങളെ നമ്മൾ പഠിക്കുന്നത്? അപ്പം ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ നല്ല ഇത് ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റീസ് കേട്ടോ. സമവാക്യങ്ങൾ കേട്ടോ. അത് നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ആദ്യമേ a+b എന്ന പേരാവും നിങ്ങളെ കൊടുത്തത്. ഇനി നമുക്ക് അത് മാറ്റിയിട്ട് x + y എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. x + y ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ a² ആകുമ്പോൾ ഇവിടെ എന്താവും നിങ്ങളെ? x². ഒന്നാമത്തെ x² + 2 നോക്കിക്കോണേ, നല്ലപോലെ അറിയണേ. 2xy കാരണം 2ab എന്ന് പറയുന്നതാണ് xy പ്ലസ് y². നിങ്ങൾക്ക് ഇതിൽ ഏത് ഇക്വേഷനാണോ പഠിക്കാൻ സൗകര്യം ആ ഒരു ഇക്വേഷൻ അങ്ങ് പഠിക്കണം. എനിക്ക് പക്ഷേ a+b ദ ഹോൾ സ്ക്വയർ a² + 2ab + b² അങ്ങനെ പറയാൻ എളുപ്പമുള്ളൂ അല്ലേ? x + y ദ സ്ക്വയർ അല്ലേ? x² + 2xy + y². നിങ്ങൾക്കിത് ഉച്ചരിക്കാനോ അതായത് പറയാൻ ഏത് സമവാക്യം മീൻസ് ഐഡൻറ്റിറ്റീസ് ആണ് പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഐഡൻറ്റിറ്റി വെച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും x + y ആണ് കുറച്ച് ചിലവർക്ക് എളുപ്പമെന്ന് പറയും, ചിലർക്ക് a+b ഏതായാലും മതി കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലായോ? നമുക്കപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇപ്പം ഞാൻ പറയുവാണ് 24 എന്ന് പറയുന്ന ഒരു സംഖ്യ. നോക്കണേ കുഞ്ഞുങ്ങളെ, 24 അല്ലേ? ഇതിനെ നമ്മൾ 20 + 4ൻ്റെ സ്ക്വയർ ആണേ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 24ൻ്റെ സ്ക്വയർ 24 അല്ലേ? 24. 20 + 4ൻ്റെ സ്ക്വയർ ആണല്ലോ അല്ലേ? 20 + 4ൻ്റെ സ്ക്വയർ ആണല്ലോ കുഞ്ഞുങ്ങളെ. മനസ്സിലായോ? 24 അല്ലേ? 24 എന്ന് വെച്ചാൽ 20 + 4ൻ്റെ സ്ക്വയർ. നമ്മൾ ഫസ്റ്റിൽ പഠിച്ച പോലെ ഇതിനെ നമ്മൾ ഐഡൻറ്റിറ്റീസ് വെച്ച് ചെയ്തേ. എന്നാണ്ട് ഈ 20യെ നമ്മൾ a എന്നും പറയുക കേട്ടോ. എന്താ b 4നെ നമ്മൾ b എന്നും പറയുക. അത്രയേ ഉള്ളൂ നിങ്ങൾ a + b. ആദ്യം നമ്മളിനി x ആണെങ്കിൽ x,
വൈ ആണേ വൈ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ 8ാം ക്ലാസ് ആയില്ലേ, ഇനിയിപ്പോൾ മനസ്സിലാകണം കേട്ടോ. 24 അല്ലെ 24 എന്ന് പറയുന്നത് 20 + 4 ആണ്. അതിൻ്റെ എന്തോ കാണാനാണ്? സ്ക്വയർ കാണാനാണ്, അല്ലെ വർഗ്ഗം അല്ലേ. നോക്കിയേ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് എക്സ് വൈ എന്നോ എയോ ബി എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ കുഞ്ഞുങ്ങളെ. a + b ദ ഹോൾ സ്ക്വയർ എന്നോ എക്സ് + y ദ ഹോൾ സ്ക്വയർ എന്നോ. ഇപ്പം മനസ്സിലായോ? എയും ബിയും എന്താ, അല്ലെ എക്സ് വൈ എന്തുവാന്ന്. ഇനി അപ്പം നമുക്ക് 24 എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞോ? എയുടെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20ൻ്റെ സ്ക്വയർ അല്ലേ, 20ൻ്റെ സ്ക്വയർ പ്ലസ് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ 2. ഈ 2 അതുപോലെ തന്നെ ഐഡൻറ്റിറ്റിയിൽ ഏതെങ്കിലും നമ്പർ തരുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതാൻ പഠിക്കണം കേട്ടോ. 2ab എന്ന് വെച്ച് കഴിഞ്ഞാലേ കേട്ടോ, 2ab എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × a × b എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇതിവിടെ നിന്ന് എഴുതി വെച്ചേര്. 2ab എന്ന് വെച്ചാൽ അവിടെ 2 × a × b എന്നാണ്. അപ്പം 2 × a എത്ര നിങ്ങളിവിടെ 20 അല്ലേ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളാണ്ട് a എന്ന് പറയുന്നത് ഇവിടെ 20ഉമാണ്, b എന്ന് പറയുന്നത് ഇവിടെ 4ഉമാണ് അല്ലേ. ഇങ്ങനെയൊക്കെ ആദ്യം ആയതുകൊണ്ട് അങ്ങ് പറയുക, കുറേ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അങ്ങ് ഓക്കെ ആവും. 24ൻ്റെ a എന്ന് പറയുന്നത് 20ഉം b എന്ന് പറയുന്നത് 4ഉം അല്ലെ. എക്സ് വൈ ആ. ഇനി ചിലർക്ക് എക്സ് വൈ ആ ഇഷ്ടം. പക്ഷെ ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 20ഉം y എന്ന് പറയുന്നത് 4ഉം. എക്സ് എവിടെ ഉണ്ടെന്നോ അവിടെ എല്ലാം 20 ഇട്ട് കൊടുക്കുക, y എവിടെ ഉണ്ടോ അവിടെ എല്ലാം 4 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ നിങ്ങൾ. അപ്പോൾ 20 എന്താ ഇൻറ്റു എത്ര 20ഉം പിന്നെ എത്ര നിങ്ങൾ 2ab അല്ലേ, b എത്ര 4 പ്ലസ് പിന്നെന്താ b സ്ക്വയർ. b എന്ന് പറയുന്നത് എത്ര ആയിരുന്നു 4, 4ൻ്റെ സ്ക്വയർ. ഇതാണ് ഐഡൻറ്റിറ്റി. അതായത് നമുക്ക് തരുന്ന വേരിയബിൾ അല്ലെ നമ്പർ ഈ ഐഡൻറ്റിറ്റീസിൻ്റെ വാല്യൂ വെച്ച് അങ്ങ് എഴുതുക എന്നുള്ളതാണ്. ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണെന്നൊരു പുകച്ചിലായിരിക്കാം. പക്ഷെ 2-3 എണ്ണം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യും. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 ആവും. നിങ്ങൾ 20ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 2 4 400 പ്ലസ് 2 × 20 40, 40 × 4 4 16 160 പ്ലസ് 4ൻ്റെ സ്ക്വയർ 8 എഴുതി വെക്കുന്നവരുണ്ട്, അട്ടി കിട്ടും. 4 16. എല്ലാവരും കൂട്ടി വെക്കുന്നവരുണ്ടോ നിങ്ങളിപ്പോൾ? നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ പരീക്ഷ ഇടുമ്പോൾ കുട്ടികളുടെ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം തെറ്റ് എവിടെയാണ് വരുന്നത്. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പം 4ൻ്റെ സ്ക്വയർ എന്നുള്ളിടത്ത് ചിലർ 8 എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ എഴുതി വെക്കരുത്. 4 × 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 4 × 4 ആണ് കേട്ടോ, 16. അപ്പോൾ എത്ര ഇടും? 400ഉം 100ഉം 500 500 എത്ര വേണേൽ ഇവിടോട്ട് കൂട്ടിക്കോ. 400 നിങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിൽ കൂട്ടി വെക്കരുതേ. 160 16 6 7 5 576 കിട്ടും. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കണക്ക്. ഈ സംഖ്യ മാറ്റി ഏത് തന്നാലും ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ എക്സ് വൈയുടെ ആണെങ്കിൽ തന്നെ എക്സ് സ്ക്വയർ ഇല്ലേ, ഈ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ 20ആയിട്ടും പിന്നെന്താ വൈ എന്ന് പറയുന്നത് 4ആയിട്ടും ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഇതാണ് ഐഡൻറ്റിറ്റി വെച്ച് കണക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? ഞങ്ങളുടെ ടെസ്റ്റിനകത്തിൽ നമ്മുടെ മലയാളം മീഡിയത്തിനകത്തിൽ ഇത് നമ്മൾ ചെയ്തു. ഇതൊക്കെ നമ്മൾ ഈ പോയിന്റ് വരുന്നതൊക്കെ അറിയാമല്ലോ, നമ്മൾ കുറേ ചെയ്തതാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ആ 1ാമത്തെ പാഠം ഒന്ന് എടുത്ത് നോക്കണേ നിങ്ങളെ. അപ്പം 2ൻ്റെ സ്ക്വയർ എന്താണ്? അപ്പം ഇനി നമുക്ക് ഐഡൻറ്റിറ്റി വെച്ചിട്ടുള്ള ചുവടെ വർഗ്ഗങ്ങളൊക്കെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതങ്ങ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഏത് സംഖ്യ മാറ്റിയിട്ട് തന്നാലും ഈ a സ്ക്വയർ + 2ab + b സ്ക്വയർ അങ്ങ് ചെയ്താൽ മതി, നിങ്ങളെ തെറ്റത്തില്ല കേട്ടോ. നമുക്ക് എക്സാമ്പിൾ പേജ് നമ്പർ 40, പേജ് നമ്പർ 40 1ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം നോക്കൂ നിങ്ങളെ. 1ാമത്തത് 15 15ൻ്റെ സ്ക്വയറാണ് നമ്മളോട് ചോദിച്ചത്. 15ൻ്റെ സ്ക്വയർ 15 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? 10 + 5ൻ്റെ സ്ക്വയറാണ്. 10 + 5ൻ്റെ സ്ക്വയറാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് എന്താ എഴുതേണ്ടത്? നമ്മുടെ പാഠം ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ a + b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ + 2ab + b സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഒരു മാർക്ക് കിട്ടും കേട്ടോ. കാരണം ഈ ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അങ്ങ് എഴുതുക. അപ്പം നമ്മുടെ a എന്ന് പറയുന്നത് ആരാ ഇവിടെ? 10 ആണ്. b എന്ന് പറയുന്നത് 5 ആണ്. എഴുതിക്കൂടായോ? ഇങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ. എയും ബിയും എങ്ങനെ എഴുതാം? a + b എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, വേണേൽ ഒന്നുകൂടെ എഴുതിക്കോ. 10 + 5ൻ്റെ സ്ക്വയർ ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടല്ലോ നല്ല വൃത്തിയും കാണും, ചെയ്യുന്ന കണക്കിനൊരു നീറ്റ്നെസ് കാണും കേട്ടോ. അപ്പം a + b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ 10 + 5ൻ്റെ സ്ക്വയർ. a എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ a 10 ആണല്ലേ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ +
2 ഇൻറ്റു എ എത്രയാ 10 ഇൻറ്റു ബി 5 വേണമെങ്കിൽ നിങ്ങളിതൊരു ബ്രാക്കറ്റിലിട്ടോ, ഇനി അവിടെ സംശയം വല്ലതും ഉണ്ടെങ്കിൽ. പ്ലസ് ബി എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റിലിട്ടോ, കാരണം അത് അത്ര ഇൻറ്റുവാണ് കേട്ടോ. ഈ 3 ഇൻറ്റു ആണ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കൂട്ടുകയാണ്. 10ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ 10 ഇൻറ്റു 10, 10 ഇൻറ്റു 10 100. പ്ലസ് 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 5 2 5 10 100. പ്ലസ് 5ൻ്റെ സ്ക്വയർ 10 എഴുതി വെക്കല്ലേ, 5 5 25. അപ്പം നോക്കിയേ 100 100 200 225. ഇതടിങ്ങനെ കറക്റ്റായിട്ട് ഈ ഈക്വൽ എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ട് ആൻസർ എഴുതണം കേട്ടോ. ഫുൾ മാർക്കും കിട്ടും. എളുപ്പമല്ലേ? അപ്പം നിങ്ങളുടെ ജോലി എന്താ? നമ്മുടെ അടുത്ത് പറഞ്ഞ ഐഡൻറ്റിറ്റീസാണ് നമ്മുടെ പാഠം. അതായത് സർവ്വസമവാക്യങ്ങൾ എന്നാണ് അല്ലേ, സർവ്വസമവാക്യങ്ങൾ തന്നെയല്ലേ, അല്ല വർഗ്ഗസമവാക്യങ്ങൾ എന്നാണ് അല്ലേ, സ്ക്വയറാണ് അല്ലേ, വർഗ്ഗസമവാക്യങ്ങളാണ് അതിൻ്റെ ഒന്നാമത്തെ ഞങ്ങളെ. അപ്പം രണ്ടാമത്തെ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ നമ്മുടെ ചോദ്യം ഇതാ 25ൻ്റെ സ്ക്വയർ. 25ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 അധികം 5ൻ്റെ സ്ക്വയറാണ്. ഇങ്ങനെ ആദ്യമേ എഴുതുക, ഫസ്റ്റ് നമ്മുടെ ജോലി. പിന്നെ നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഏതാ? നിങ്ങൾ ഇനി x+y ആണെങ്കിൽ അത് അങ്ങനെ എഴുതിക്കോണേ നിങ്ങളെ കേട്ടോ. എനിക്ക് സൗകര്യം a+b² ആണ്. ഞാൻ അതാ കൂടുതലും ഞാൻ പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നത്, അതാകുമ്പോൾ എളുപ്പം മനസ്സിലാവും. എല്ലാം എളുപ്പം കേട്ടോ, എന്നാലും ഉച്ചരിക്കാൻ എനിക്കതാ കുഞ്ഞുങ്ങളെ കുറച്ച്. അപ്പോൾ എന്താ a² + 2ab + b². ആദ്യമേ അങ്ങനെ എഴുതുക. ഇവിടെ നമ്മുടെ 20 അധികം 5ൻ്റെ സ്ക്വയർ, 20 അധികം 5ൻ്റെ സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ വേണേൽ ഇവിടെ തന്നെ അങ്ങ് എഴുതിയിട്ടോ. ഇത് എയും ഇത് ബിയും ആണ് അല്ലേ. എ എന്ന് പറയുന്നത് എത്ര? 20ൻ്റെ സ്ക്വയർ + 2 ഇൻറ്റു 20 ഇൻറ്റു 5, ഇത് ഇത്രയും വേണേൽ അറിയാമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോ, പ്ലസ് 5ൻ്റെ സ്ക്വയർ. 20ൻ്റെ സ്ക്വയർ 2 2 400 പ്ലസ് 2 2 4 40 ഇൻറ്റു 5 5 4 20 200 അല്ലേ. പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 നിങ്ങളെ. ഓക്കെ, അപ്പം 400 200 600 625 അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ നിങ്ങളെ? ആദ്യ ക്വസ്റ്റ്യൻ എഴുതുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇക്വേഷൻ എഴുതുക. അവിടെയാണ് നമ്മുടെ മാർക്ക് വരുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ട് കണക്ക് ചെയ്യുക. എളുപ്പമല്ലേ നിങ്ങൾ ഈ പാഠം? എളുപ്പമല്ലേ? നിങ്ങൾ x+y, അപ്പം നിങ്ങൾ ചോദിക്കും ഞാനൊരു x+y വെച്ചൊന്ന് ചെയ്യാം. നമുക്ക് അങ്ങനെയും കൂടെ ഒരെണ്ണം ചെയ്യാം അല്ലേ, നിങ്ങൾക്ക് ആ ഡൗട്ട് അടിച്ചാലോ. 33ൻ്റെ സ്ക്വയറാണ് മൂന്നാമത്തെ ചോദ്യം അല്ലേ. 33നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 30 + 3 അല്ലേ. 30 + 3ൻ്റെ സ്ക്വയർ ആണല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 30 + കാണാൻ പറ്റുന്നുണ്ടോ? 30 + 3ൻ്റെ സ്ക്വയർ. നമുക്ക് എക്സും വൈയും വെച്ചും ചെയ്യാം. എങ്ങനെ എഴുതാം? x+y. ഇനി അതാ ഇഷ്ടമുള്ളവരെ നമുക്കത് x+y² അല്ലേ. എങ്ങനെ എഴുതാം? x² + 2xy പ്ലസ് സ്ക്വയർ പ്ലസ് 2ab + b². അപ്പം y² കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? a² + 2ab + b². ഞാൻ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും അതാ നിങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിൽ എക്സും വൈയും കേട്ടോ. ഈ എക്സും വൈ എന്ന് പറയുന്നത് വേരിയബിൾസ് എന്നാണ് കേട്ടോ. വേരിയബിൾസ് അത് ഏത് അക്ഷരം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എക്സ് വൈയോ എ ബിയോ എല്ലാമോ ഏത് വേണം. എന്നാലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എക്സും വൈയും എയും ബിയും കേട്ടോ. അതുകൊണ്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം ആരാണ്? 30 + 3ൻ്റെ സ്ക്വയർ. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഇവിടെ എക്സ് നോക്കി, എക്സ് എന്ന് വെച്ചാൽ 30 അല്ലേ. 30ൻ്റെ സ്ക്വയർ + 2. ഈ 2 എവിടെ നിന്ന് വന്നൊന്നല്ല, ഇത് ഇക്വേഷൻ ഐഡൻറ്റിറ്റിയുടെ 2 കേട്ടോ. 2 ഇൻറ്റു എക്സ് എത്ര? 30 ഇൻറ്റു വൈ എത്ര നിങ്ങളെ? 3 പ്ലസ് വൈ എത്ര? 3ൻ്റെ സ്ക്വയർ അല്ലേ. 30ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 3 3 9 900 600 എന്ന് എഴുതി വെക്കല്ലേ. അത് ഈ 2 ഇൻറ്റു 3 60, 60 ഇൻറ്റു 3 6 3 18 അല്ലേ. 180 വരും. എങ്ങനെയാ? ഈ 0 2 ഇൻറ്റു 3 6 അല്ലേ. 6 3 18 പിന്നെ ഈ 0 പ്ലസ് 3ൻ്റെ സ്ക്വയർ 6 എന്ന് എഴുതി വെക്കല്ലേ. 9 അല്ലേ. അപ്പോൾ എത്ര വരും? 900 180 പിന്നെ ഒരു 9 9 8 9 10 10 89. ഈ ഈക്വൽ എല്ലാം കറക്റ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക്
ഒരു വൃത്തി വരും. ഇത്ര ഇങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്കാണ് നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിറ്റി എഴുതുക, ആ ഐഡൻറ്റിറ്റി വെച്ചിട്ട് എഴുതുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇത് ഇത്രയിനകത്തിൽ സാധാരണ നമ്പർ അല്ലേ ഉപയോഗിച്ചാണ് ഇത് എഴുതിയേക്കുന്നത്. ഇനി നോക്കണേ, നാലാമത്തെ നമ്മുടെ ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. നാലാമത്തെ 5 1/2 സ്ക്വയറാണ്. കണ്ടോ, ഇതുവരെ ചെയ്ത പോലെയാണോ? 5 1/2 സ്ക്വയറാണ്. ഇവിടെ ഒന്നും ആലോചിക്കേണ്ട. എന്താ 5 1/2? അപ്പോൾ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 5 + 1/2 സ്ക്വയർ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? a + b ² അല്ലേ? x + എങ്ങനെ വേണ്ടോ എഴുതാം കേട്ടോ. a² + 2ab + b². ഓക്കെ, അപ്പം 5 + 1/2 സ്ക്വയർ. 5 + 1/2 സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെ എഴുതാം? 5 സ്ക്വയർ. ഇനി നല്ലോണം നോക്കണേ, നിങ്ങൾക്ക് ഈ 1/2 ഒക്കെ വരുന്നതെന്ന് നോക്കണം കുഞ്ഞുങ്ങളെ. 5 സ്ക്വയർ + 2 അതുപോലെ എഴുതുക ഇൻറ്റു a എത്ര കുഞ്ഞുങ്ങളെ? 5 ഇൻറ്റു b എത്ര? 1/2 പ്ലസ് ബീൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/2 സ്ക്വയർ അല്ലേ? 1/2 സ്ക്വയർ. ഇത് ഇത്രയും ഇൻറ്റു വരുന്ന ബ്രാക്കറ്റിൽ എഴുതുക, ഡൗട്ട് അങ്ങ് മാറും. ഈക്വൽ എല്ലാം ഒരുപോലെ എഴുതണം കേട്ടോ. ഒരുപോലെ ഇടാമെങ്കിൽ നല്ല വൃത്തിയായിരിക്കും കാണാൻ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ 5 സ്ക്വയർ 25 പ്ലസ് ഇനിയാണ് നിങ്ങൾ നോക്കണേ. അല്ലേ, 2 × 5 എത്ര കുഞ്ഞുങ്ങളെ? 10 അല്ലേ? 10 × 1/2 വേണേ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾ എഴുതിക്കോ. പ്ലസ് നോക്കണേ, പ്ലസ് 1/2 സ്ക്വയർ എന്ന് വെച്ചാലേ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. ഈ 1/2 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 × 1/2 ആണ്. എന്ന് വെച്ചാൽ എന്താ? 1/2 2 വെട്ടം ഉണ്ടെന്നാണ് കേട്ടോ നിങ്ങളെ. 1/2 സ്ക്വയർ എന്ന് വെച്ചാൽ 1/2 2 വെട്ടം ഉണ്ട്. അത് എത്ര ആയിരിക്കും? 1 × 1 1 തന്നെയാണ്. 2 × 2 4 ആണ് കേട്ടോ. ഇനി അത് ഓർത്തോണേ. 1/2 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 2 വെട്ടം ഉണ്ടെന്നല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ അധികത്തിൽ എഴുതിയതാണ്, കാരണം നിങ്ങൾക്കല്ലേ ആദ്യമായിട്ട് ഈ 1/2 വന്നതിൻ്റെ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാവും ഞങ്ങളെ അങ്ങനെ ഇട്ടത്. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. ഈ 25 അതുപോലെ തന്നെ അങ്ങ് എഴുതുക, 25 കേട്ടോ. ഇനി നോക്കിയേ, 10 × 1 10 തന്നെയാണ് അല്ലേ? 10 / 2 5 ആണല്ലോ. നിങ്ങളെ സംശയമുണ്ടോ? 10 × 1 10 അല്ലേ? 10/2 നോക്കൂ നിങ്ങളെ, 10/2 എത്ര? 5 സംശയമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇനി അതല്ലെങ്കിലൊക്കെ ഇതിനെ ഇതുകൊണ്ട് വെട്ടിയും ചെയ്യാം. അതായത് 2ഉം 10ഉം വെട്ടാൻ അറിയാമെങ്കിൽ വെട്ടിയാൽ മതി. എന്നാലും അറിയാൻ വയ്യെങ്കിലും ചെയ്ത് പഠിക്കണം. ഈ 10ഉം 2ഉം ഏതിൻ്റെയെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? ഉണ്ട്. എത്ര? 2ൻ്റെ ടേബിളിൽ 1 2 2 5 2 10. 5 × 1 5. അപ്പോഴും ഇത് തന്നെ വരും. 5 വന്നതിൻ്റെ മനസ്സിലായോ എങ്ങനെയാന്ന്? പ്ലസ് 5 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 2 × 5 10 1/2. അതിന് സംശയമില്ലല്ലോ. 1/4 വന്നതിന് സംശയമില്ലല്ലോ. ഇനി ഒന്നുകിൽ നമുക്ക് 10 × 1 10 തന്നെ, 10 / 2 5. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കാരണം വലിയ സംഖ്യ വല്ലതും വരുവാണെങ്കിലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി 10നെ 2 കൊണ്ട്, മുകളിൽ കിടക്കുന്ന സംഖ്യയെ താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് വെട്ടിപ്പോവാം അല്ലേ? 2ൻ്റെ ടേബിളിൽ വരും 1 2 2 5 2 10. അപ്പോൾ 5 × 1 5 പ്ലസ് എന്താവും നിങ്ങളെ? 1/4 അതുപോലെ എഴുതുക, ഈ 1/4. അപ്പോൾ നോക്കി, 25 + 5 30 പ്ലസ് 1/4 ആണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 30 1/4 എന്ന് എഴുതാം കേട്ടോ. ഈ ഹാഫ് വരുന്നതിൻ്റെ അറിയാമല്ലോ. 1/2 വന്നാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ചോദ്യം നോക്കിയേ. 10 1/2. ഇപ്പോൾ പിടി കിട്ടുന്നുണ്ടോ? 10 1/2 എളുപ്പമല്ലേ നിങ്ങളെ? ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആ കമൻറ്റ് ബോക്സിൽ പറയണേ. തെളിച്ചമില്ല എന്ന് പറയുന്നത് ഞാനൊരു കമൻറ്റ് കണ്ടു നിങ്ങളെ. എല്ലാ കമൻറ്റും ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ അന്നേരം റിപ്ലൈ തരുന്നുകൊണ്ട് എന്നെ കൊണ്ട് ഒക്കുന്നതിൻ്റെ എല്ലാം റിപ്ലൈ തരുന്നുണ്ട് നിങ്ങളെ. തെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈലിലല്ലേ ഇത് എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെന്താ, നമുക്ക് ഇത് നല്ല തെളിച്ചമുള്ള പേന തന്നെ എപ്പോഴും ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. എന്നെ കൊണ്ട് മാക്സിമം ഏതെല്ലാം നല്ല രീതി ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ചെയ്തു തരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, ഒരുവിധം വലിയ കൈയക്ഷരമല്ലേ കേട്ടോ. അപ്പോൾ നോക്കിയേ, 10യുടെ സ്ക്വയർ, അതായത് 10 2 വെട്ടം ഉണ്ടെന്നല്ലേ. 10 1/2 2 വെട്ടം ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? 10 + 1/2 സ്ക്വയർ.
നമ്മുടെ ഇക്വേഷൻ പഠിക്കണേ എൻ്റെ പൊന്നു മക്കളെ, ഇക്വേഷൻ പഠിക്കണേ. x+y എന്ന് വേണമെങ്കിൽ പഠിച്ചോ, a+b എന്ന് വേണം, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പഠിച്ചോ. a+b ദ ഹോൾ സ്ക്വയർ കേട്ടോ, ഇന്ന് തന്നെ അങ്ങ് പഠിക്കണേ. a+b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താവും? നിങ്ങൾ a സ്ക്വയർ പ്ലസ് 2-3 വട്ടം എഴുതുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പഠിച്ചോളും കേട്ടോ. 1-2 വട്ടം ആദ്യമൊക്കെ ഇതൊക്കെ, കാരണം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയല്ലേ അല്ലേ, ആദ്യമായിട്ട് പഠിക്കുക ആയതുകൊണ്ട് ഒരു ഇച്ചിരിയൊക്കെ പ്രയാസം കാണും, ഏത് കാര്യവും അങ്ങനല്ലേ. പക്ഷേ അത് 2-3 വട്ടം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ 10, a എന്ന് പറയുന്നത് 10 b എന്ന് പറയുന്നത് ഹാഫാണ് അല്ലേ, അതിൻ്റെ സ്ക്വയർ. ഇത്രയും എക്സ്പാൻഡ് ചെയ്തൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങളെ, എ എന്ന് പറയുന്നത് 10, 10ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 1/2 പ്ലസ് ബി എന്ന് പറയുന്നത് 1/2ൻ്റെ സ്ക്വയറാണ് കേട്ടോ. ഇവിടെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ ഇൻറ്റു വരുന്നതും പ്ലസ് വരുന്നതും, കാരണം ഒന്നാമത്തെ ചാപ്റ്ററിൽ നല്ലപോലെ പഠിച്ചതാണ്, എന്നാലും ചിലപ്പോഴെങ്ങാനും ചില കുട്ടികൾക്ക് തെറ്റിയാലോ എന്ന് കരുതിയ കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, 10ൻ്റെ സ്ക്വയർ എത്ര? 10ൻ്റെ സ്ക്വയർ ഇനിയെങ്കിലും അതൊക്കെ പടപടയെന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയറും 100ൻ്റെ സ്ക്വയറും ഒക്കെ പഠിക്കണം കേട്ടോ. 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 2 ഇൻറ്റു 10 20 ഇൻറ്റു 1/2 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ 1/2 ഇൻറ്റു 1/2 എത്ര ആവും നിങ്ങളെ? 1/4. മുമ്പേ നമ്മൾ ചെയ്തതാണ് അല്ലേ, 1/4 സംശയമില്ലല്ലോ. ഇനി നമുക്ക് ചെയ്യാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഒന്നുകിൽ വെട്ടി ചെയ്യാൻ നോക്കിയാൽ 20 ഇൻറ്റു 1 എത്ര ആവും നിങ്ങളെ? 20 അത് ഇതിങ്ങനെ ലെഫ്റ്റ് സൈഡിലൊന്നും എഴുതി വെക്കരുത്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ സ്ഥല സൗകര്യം വെച്ച് ഞാനങ്ങ് പറയുക. ഇപ്പോൾ 20 ഇൻറ്റു 1 20, 20/2 എത്ര ആവും നിങ്ങളെ? 10 അല്ലേ. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. അല്ലാതെ നമുക്ക് വെട്ടി ചെയ്യാൻ കുഞ്ഞുങ്ങളേണ്ട, ഇത് രണ്ടും 2ൻ്റെ ടേബിളിൽ വരും. 1 2 2 10 2 20, 10 ഇൻറ്റു 1 10. അപ്പം നമ്മൾ എന്ത് 100നെ അതുപോലെ എഴുതുക, പ്ലസ് 10 എഴുതുക, പ്ലസ് 1/4 എഴുതുക അല്ലേ. 100ഉം 10ഉം 110 എഴുതുക, 1/4നെ അതുപോലെ എഴുതുക. എളുപ്പമല്ലേ, മനസ്സിലാവുന്നില്ലേ? ഇനി 2 കൊണ്ടുണ്ടല്ലേ. ഇനി ഏതാവും ഞങ്ങളെ? 25 അല്ലേ, 2 കൂടെ ഉണ്ട്, നോക്കാം. 25ൻ്റെ 1/2ൻ്റെ സ്ക്വയർ. ഓക്കെ, ഏത് ഇത് തന്നാലും നിങ്ങൾ ഇതുപോലെ ഈക്വൽ ഇട്ടിട്ട് ഇതിനെ ആദ്യമേ എക്സ്പാൻഡ് ചെയ്താൽ 25 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ. ആദ്യം നിങ്ങളുടെ ജോലി ഇങ്ങനെ എഴുതുക അല്ലേ. പിന്നെ നമ്മളോട് ഐഡൻറ്റിറ്റിയാണ് പാഠം, അതാണ്. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? a+b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ്, ഇപ്പം മനസ്സിലായോ? ഇപ്പോൾ ഇക്വേഷൻ ഓക്കെ ആയോ? നിങ്ങൾ ഇത്രയും കണക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഓക്കെ ആയോ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. a എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? a 25, അത് നിങ്ങളുടെ a b അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 25ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എന്ന് പറയുന്നത് 25 ഇൻറ്റു 1/2 പ്ലസ് b സ്ക്വയർ എന്ന് വെച്ചാൽ 1/2ൻ്റെ സ്ക്വയർ അല്ലേ. 25ൻ്റെ സ്ക്വയർ എത്ര ആവും നിങ്ങൾ? 25 ഇൻറ്റു 25 625. അതൊക്കെ അറിയാമോ? 625 അല്ലേ. പ്ലസ് 25 ഇൻറ്റു 2 50 പ്ലസ് ഇൻറ്റു 1/2 പ്ലസ് 1. ഇതുമ്പോൾ നമ്മൾ ഒത്തിരിയും വട്ടം ഇപ്പോൾ ചെയ്തു ഇല്ലേ. 1ൻ്റെ ഇതെത്ര നിങ്ങൾ? 1/4. ഒത്തിരി വട്ടം നമ്മൾ ചെയ്തു, ഇപ്പോൾ അറിയാമല്ലോ. അതാ കുറേ കണക്ക് ഒരുപോലത്തെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നതാന്ന് കാണുമ്പോഴേ മനസ്സിലാവും അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ ഈ പറയുന്നതേ ഉള്ളോ? കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം എൻ്റെ പൊന്നുമക്കളെ. കണക്കുകൾ എപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അല്ലെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് കേട്ട് ആ തലയാട്ടിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ അവിടെ ഇരുന്ന് ആട്ടാനേ പറ്റത്തുള്ളൂ, മാർക്ക് കിട്ടത്തില്ല. നമ്മളെപ്പോഴും കണക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുടെ പേപ്പർ കാണുമ്പോഴും നമുക്കറിയാം ഈ കണക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങളെ ഐഡൻറ്റിറ്റി എഴുതുക, നല്ലതുപോലെ ഈക്വൽ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് എഴുതിയാണ്ടല്ലോ, എന്നാ കിടുക്കാജി അല്ലേ. ഓക്കെ, 620. ഇവിടെ നോക്കൂ നിങ്ങളെ, 50/2 25. സംശയമുണ്ടോ? 50 ഇൻറ്റു 1 50, 50/2. ഈ 2 എന്ന് പറയുന്നത് എന്താ? താഴെ 2 എന്ന് വെച്ചാൽ അത് നേർ പകുതി എന്നാ അല്ലേ, 25. അല്ലാതെ നമുക്ക് വെട്ടിയും ചെയ്യാം, പറ്റുമോ? പറ്റും. 1 2 2 25 2 100. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പം 625 പ്ലസ് 25 പ്ലസ് 1/4 625ഉം 25ഉം 650 ആവും ഞങ്ങളെ. അതിൻ്റെ കൂടെ 1/4 കണ്ടോ? ആ ഈക്വലൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കണ്ടോ. ഇതിലും നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണേ.
ഇതിപ്പോൾ നിങ്ങൾ ഫോണിൽ കൂടെ കാണുന്നതുകൊണ്ട് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് നേരി കാണുമ്പോൾ അങ്ങ് ഭയങ്കര എന്തോ നോക്കൂ നിങ്ങളെ. അടുത്തത് 25 അല്ലായിരുന്നു, അത് എത്രാമത്തെയാ? 6ാമത്തെ അല്ലേ. ഇനി 7ാമത്തെ കണക്കാണ് 5 1/5 സ്ക്വയർ. 5 1 ഇതുവരെ നമ്മൾ 1/2 ഹാഫ് അല്ലേ ചെയ്തത്. ഇത് അതിൽ നിന്നും വ്യത്യാസമാവും നിങ്ങളെ. 1/5 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഏത് ചോദ്യം തന്നാലും നമ്മൾ ചെയ്യും അല്ലേ. 5 + 1/5 സ്ക്വയർ ആണ് അല്ലേ. 5 + 1/5 എങ്ങനെയാ? a + b the whole square = a square + 2ab + b square അല്ലേ. അങ്ങനെയല്ലേ? ഓക്കെ, ഇവിടെ എ ആരാവും നിങ്ങളെ? 5 സ്ക്വയർ പ്ലസ് 2 × 5 × 1/5 × 1/5 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാവും നിങ്ങളെ? 25 പ്ലസ് 2 5 10 × 1/5. ഇവിടെ ഉണ്ടോ, ഞാൻ പെട്ടെന്ന് എഴുതുന്നുണ്ട്. ഇവിടെ പ്ലസ് ആണേ, എല്ലായിടം പ്ലസ് തന്നെ. ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്ലസ് ആണേ, ഫസ്റ്റും ലാസ്റ്റ്. ഞാൻ എന്തെങ്കിലും എഴുതുന്നത് തെറ്റുണ്ടോ? നിങ്ങളെല്ലാം പ്ലസ് അല്ലേ, ഫസ്റ്റും ലാസ്റ്റും പ്ലസ് ആണ്. പ്ലസ് 1/5 സ്ക്വയർ. നോക്കാം, 25 അതുപോലെ എഴുതുക. 10 നമ്മൾ 10 × 10 അല്ലേ. 10/5 എത്ര നിങ്ങളെ? 2 ആണ് അല്ലേ. അല്ലാതെ വെട്ടുമ്പോഴും 1 5 5 2 5 10 2 × 1 2. ഇനി നോക്കണേ നിങ്ങളെ, 1/5 ഇതുവരെ നമ്മൾ 1/2 അല്ലേ ചെയ്തത്. 1/5 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/5 അല്ലേ. 1/5 × 1/5 ആണ്. നോക്കണേ നിങ്ങളെ, 1 × 1 1, 5 × 5 25 കേട്ടോ. ഓർത്തോണേ 25. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? 1/25. അപ്പം 25 1 25 2 27 1/25. ഓക്കെ ആണോ നിങ്ങളെ? ഇത്രയും ഓക്കെ ആണോ? നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇത്രയാക്കാം. മനസ്സിലായി ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ കേട്ടോ. ഞാൻ ബാക്കി ഇടാം. ഓക്കെ നിങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം കേട്ടോ. അതുപോലെ ഇതിനകത്തിൽ ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ വേണമെങ്കിൽ അത് സമയം കിട്ടുമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇട്ട് തരാം. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഇതിനകത്തിലെല്ലാം ഓക്കെ നിങ്ങളെ. ഈ ഇക്വേഷൻ പഠിക്കുക. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്ലസ് ആണെന്ന് ഓർക്കുക. ഇടയ്ക്കലത്തെ ഈ 3 ഇൻറ്റു ആണെന്ന് ഓർക്കുക. ഇക്വേഷൻ പഠിക്കുക, വെച്ചങ്ങ് എഴുതുക. എളുപ്പമാവും നിങ്ങളെ. ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ ആ എക്സസൈസ് ഫുള്ള് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ. മനസ്സിലായാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേരെ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തതിൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ എല്ലാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.